സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും വന്നു നിങ്ങൾക്ക് വീണ്ടും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഓറിയന്റ് ഇലക്ട്രിക്കൽ എന്താണ്, ഇലക്ട്രിക്കൽ കെറ്റിൽ പവർ ഹോട്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ അടിയിൽ എഴുതിയിട്ടുണ്ട്. EKPH15GP മോഡൽ നമ്പർ നോക്കിക്കൊള്ളുക. 1.5 ലിറ്ററിൻ്റെ ഒരു കെറ്റിലാണ്. ഇലക്ട്രിക്കൽ കെറ്റിലിൻ്റെ 1.5 ലിറ്ററിൻ്റെ കെറ്റിലാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഓൺലൈനിൽ എടുക്കുന്ന എക്സ്റ്റൻഡഡ് വാറണ്ടി കൂടെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ഹീറ്റ് ടച്ചിങ്, ബർണിങ്, ഓയിൽ ഹീറ്റ്, കൺസീൽഡ് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആണ്. ഹാസൽ ഫ്രീ യൂസേജ് ആണ്. കപ്പാസിറ്റി 1.5 ലിറ്ററാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. മിക്കവരുടെ വീട്ടിൽ കാണുന്ന സാധനമാണ്. എന്നാലും ഞാനൊന്ന് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക്. ഇതൊരു ബിർള പ്രോഡക്റ്റാണ്. ഓറിയൻ്റ് എന്ന കമ്പനി എന്ന് പറയുന്നത് ബിർളയാണ്. വളരെ ബ്രാൻഡഡ് കമ്പനികളാണ്. ഇവർക്ക് ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. മേശ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഇത് ഞാൻ ക്യാൻറ്റീനിൽ നിന്നാണ് എടുത്തത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 9696 ആണ്. ഇതിൻ്റെ വിലയ്ക്ക് ഞാൻ എടുത്തത് 696 ഇത് യഥാർത്ഥ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വില ഇട്ടിട്ടില്ലേ ഒരു വില വിലയില്ലേ? വാട്ട് ഈസ് ദിസ്? 2490 രൂപയാണ് MRP വരുന്നത്. പക്ഷേ ഓരോ തുച്ഛമായ ഇതിനാണ് കിട്ടിയിരിക്കുന്നത്. അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. വലിയൊരു സംഭവമല്ല, എന്നാലും നമ്മളൊരു സംഭവമാക്കി കാണിക്കണമെന്നേ ഉള്ളൂ. ഇതിലൊരു വാറണ്ടി കാർഡ് നമുക്ക് കിട്ടും. കുറച്ച് ബബിൾസ് പോലത്തെ കവർ റാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വാറണ്ടി കാർഡ്, യൂസർ മാനുവലൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് മടക്കാം. വാറണ്ടി കാർഡ് മടക്കി വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓറിയൻ്റ് കമ്പനി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നല്ല ഇതായിരിക്കും എന്നാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് സാധനം വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ഇതേപോലത്തെ ഒരു സാധനം കിട്ടും. ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. എന്തരൊക്കെയാണ് എന്തരം ഇതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. ഒരു വളരെ വളരെ തിൻ ക്വാളിറ്റിയാണ്. നോർമലി ഞാൻ വാട്ടർ കെറ്റിൽ ചില നല്ല കമ്പനികളുടെ നമ്മൾ UAE നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് അത്ര നല്ല ക്വാളിറ്റിയല്ല. ജസ്റ്റ് ഒരു ടിൻ അടയ്ക്കേണ്ട, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ മേടിച്ച് അടയ്ക്കേണ്ട ആ ഒരു കട്ടിയേ ഇതിലുള്ളൂ. അപ്പോൾ ഇത് ചവിട്ടിയാലോ വീണാലോ പൊട്ടിപ്പോകും. ചിലതൊക്കെ കുറച്ചൊരു സ്ട്രോങ് ക്വാളിറ്റി വരും. പിന്നെ 690 രൂപയ്ക്ക് ഇത്ര ക്വാളിറ്റി കിട്ടിയാൽ മതിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റേതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി നല്ലതായിരിക്കും. കാരണം അത് പോളിയൂറിത്തിൻ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല ക്വാളിറ്റിയാണ്. കാരണം അത് കുറച്ചുകൂടെ ഈണ്ട് നിൽക്കും, പെട്ടെന്നൊന്നും അട്ടുപോകില്ല. ഇത് അട്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. പ്ലാസ്റ്റിക് അത്ര പോരാ. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഈ ബ്രാൻഡ് തന്നെ മേടിക്കണമെന്ന്. നിങ്ങൾ കടയിൽ പോയി എടുത്ത് അതിന് ഓപ്പൺ ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് നോക്കുക. പിന്നെ അടിയിലത്തെ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റിയാണോ, SS-ൻ്റെ ആണോ അല്ല പോളിയൂറിത്തിൻ്റെ പ്രോഡക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കിക്കോണം. കാരണം അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കാണ് ഈണ്ട് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കവർ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇളക്കി കളയണം കേട്ടോ. അത് തുരുമ്പെടുക്കാതിരിക്കാൻ വല്ലതായിരിക്കും. പിന്നെ അകത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലും അത്ര വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സാധനമല്ല. താഴെ ഒരു മൂടി വെച്ച് എനിക്ക് തോന്നുന്നൊരു പാത്രം മൂടി വെച്ച് അടിയിൽ സീൽ ചെയ്തിരിക്കുന്ന പോലെ ഒരു തോന്നലാണ്. കാരണം അതിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഒരു ഇരിപ്പ് വശം കണ്ടാലും. പക്ഷേ ഞാൻ കമ്പനിയുടെ ബ്രാൻഡ് നോക്കിയത്. അപ്പോൾ ഇതൊരു ടോട്ടൽ ഒരു അത്ര ക്വാളിറ്റിയില്ല. പിന്നെ 696 രൂപയെ ആയുള്ളൂ. അത് ഒരു ഇതുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് എടുക്കാം. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ സാധാ കേബിൾ തന്നെയാണ് വരുന്നത്. സാധാ നമ്മൾ പ്ലഗിൽ കുത്താൻ പറ്റുന്ന കേബിൾ തന്നെയാണ്. പവർ പ്ലഗ് ഒന്നുമല്ല വരുന്നത്. അപ്പോൾ അതിനുള്ള കറണ്ടൊക്കെ മതി. പെട്ടെന്ന് നമുക്കൊത്തിരി വെള്ളം തിളപ്പിക്കണം, അതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എത്ര നാൾ പോയാലും അത്രയും നാൾ പോട്ടെന്നുള്ള ഇതാണ്. ഏകദേശം ഒരു 2 കൊല്ലം ഓടിയാലും മതി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു യുദ്ധം നിൽക്കും കാലം വരെ നമുക്കൊരു എമർജൻസിക്ക് ഒത്തിരി വെള്ളം തിളപ്പിച്ച് പെട്ടെന്ന് കുടിക്കണമെങ്കിൽ ഇതാണ് നല്ല. ഗ്യാസിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇതേപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ റേറ്റ് വളരെ പെട്ടെന്ന് കയറുകയാണ്. അതിൽ മാർക്കറ്റിൽ ഇതൊന്നും അവൈലബിളും ഇപ്പോൾ കിട്ടുന്നില്ല. ഇത് കിട്ടുന്നുണ്ട്, കെറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ പോട്ട് കിട്ടൂല, ഹോട്ട് ടോപ്പ് കിട്ടണില്ല. അപ്പോൾ ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഫങ്ഷനിങ്ങും വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ടോ, നമ്മളെടുത്ത് വെച്ച് ചൂടാക്കി ചൂടാക്കി അവസാനം തണുപ്പിക്കുന്നു. കേബിളിന് നീളം പോരാ. ആക്ച്വലി കേബിൾ വളരെ നീളം കുറവാണ്. അപ്പോൾ എനിക്കിത് ഇവിടം വരെ പോകണം.
അവിടം വരെ പോകണം. അപ്പോൾ ഇത് കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഹൈറ്റ് ഇത് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു 2 പ്ലഗും കൂടെ കുത്താനുള്ള ഒരു സംഭവം അവിടെ കാണുന്നില്ല. നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓ മൈ ഗോഡ്, നോക്കട്ടെ, ഒന്ന് ഊരിയെടുക്കാം. അത് മണ്ണും പൊടിയാണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കുത്തിയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നീളം ശകലം കുറവാണ് കേട്ടോ, നീളം അത്ര പോരാ. ഇത് തറ വരെ എത്തണമെങ്കിൽ ഒരു വിഷയമാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് ഓണാക്കി കാണിക്കുക, അതിന് ശേഷം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ നമുക്ക് ഒത്തിരി വെള്ളം നിറയ്ക്കണം കേട്ടോ. ഞാൻ വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇതും കൂടെ നമ്മൾ ഇളക്കാറുണ്ട്. ഈ പേപ്പർ ഇളക്കി കളയണം, ഈ കവറ്. കാരണം ഇത് ചിലപ്പോൾ ചൂടായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. വെള്ളം ഒഴിക്കപ്പോൾ മാത്രമേ വെയിറ്റ് ഉള്ളൂ. എന്നിട്ട് ഇത് ഓണാക്കണം. നമ്മൾ ഈ സ്വിച്ച് ഓണാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ഓണാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് കത്തുന്നതാ, ഇവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടാവണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര നീളം വീഡിയോ ഉണ്ടോ അത്രയും നീളം ടൈം എടുക്കുമെന്നാണ് അർത്ഥം. ഏകദേശം ഞാൻ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നാട്ടുവിശേഷങ്ങൾ പറയാം. അതുവരെ നമുക്ക് കുറച്ച് ഗോസിപ്സ് പറയാം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇപ്പോഴത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. എന്ത് കാര്യങ്ങളാണ്, ഒന്നും അറിഞ്ഞു കാണില്ല നിങ്ങൾ. ഓൾറെഡി മറ്റേതും കൂടെ ഓണായിട്ടുണ്ട്. പ്രസ്റ്റീജിൻ്റെ നമ്മളെ ടോപ്പും കൂടെ ഓണായിട്ട് വെള്ളം തിളയ്ക്കണ ശബ്ദം വരുന്നു. പക്ഷേ ഇലക്ട്രിക്കൽ ഇതിൻ്റെത് ഒരു ഗുണമെന്ന് എനിക്ക് പെട്ടെന്ന് വെള്ളം ചൂടാകും. പറയണകം വെച്ച് വെള്ളങ്ങളെല്ലാം ചൂടായി കിട്ടുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റാണ്. കറണ്ട് കയറുമെന്നല്ലാതെ ബാക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഗുണകരമാണ്. പക്ഷേ സോളാർ ഉള്ളവർക്ക് ഇത് ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് സോളാറിൻ്റെ ഒരുപാട് ഇതുണ്ട്. നമ്മൾ ഉടൻ തന്നെ പ്ലാനിങ് ഉണ്ട്, എങ്ങനെ അത് ചെയ്യണമെന്ന്, എക്സിക്യൂട്ട് ചെയ്യണമെന്ന് സോളാറിൻ്റെ. അപ്പോൾ അത് നമുക്ക് ആ ടൈം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങി. വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കട്ടെ. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ, വെള്ളം ബോയിലായി കഴിഞ്ഞു. കണ്ട എത്ര മിനിറ്റ് എടുത്തു? 1 മിനിറ്റാണ് എനിക്ക് തോന്നുന്നത് എടുത്തത് ബോയിൽ ചെയ്യാൻ വേണ്ടി. വളരെ എളുപ്പമാണ്. ഇതിവിടെ ഓഫ് ചെയ്യുക, കാര്യം കഴിഞ്ഞു. ഇവിടെ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾക്കൊരു വെള്ളം തിളപ്പിക്കാനുള്ള ഒരു സമയം, പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള സമയം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അധിക സമയം കളയാതെ പെട്ടെന്ന് ആ സബ്സ്ക്രൈബിൻ്റെ സ്വിച്ചിൽ കയറി 2 കുത്തിയിട്ട് നമുക്ക് വല്ല കിട്ടാനുള്ള വഴികൾ ഒപ്പിച്ച് തരും സുഹൃത്തുക്കളെ, പ്ലീസ്.